ഇനി എത്രയൊക്കെ കഴിക്കണ്ടെന്ന് വിചാരിച്ച് നിന്നാലും എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളാണ് ഈ ചോക്ലേറ്റ്, ഐസ്ക്രീം ഒക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നു. അന്ന് മുതൽ ഇനി ഷുഗർ കട്ടാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കഠിന പ്രയത്നമൊക്കെ എടുത്തിട്ട് നെക്സ്റ്റ് ഡേ എന്റെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ മാറ്റി വെക്കും? ഷുഗർ കട്ടെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിരുന്ന ഞാൻ എന്റെ ആ ഒരു പ്ലാനൊക്കെ തെറ്റിച്ച് ആ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചെന്നുള്ളതാണ് സത്യം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ബൗണ്ടിയും ഒരു സ്നിക്കേഴ്സും കിട്ടിയിട്ടുണ്ട്. വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് കൺട്രോൾ കിട്ടാൻ ഞാൻ ബൗണ്ടി സത്യം പറഞ്ഞാൽ കഴിക്കുന്നുണ്ടായിരുന്നതാണ്. ഇനി സ്നിക്കേഴ്സിന്റെ കഥയിലേക്ക് വരാം. എനിക്ക് ഈ ഒരു സ്നിക്കേഴ്സ് തന്നത് എന്റെ ട്യൂഷൻ സ്റ്റുഡൻസ് ആണ്. അപ്പോഴും വിചാരിക്കുക അവർ എനിക്ക് ഗിഫ്റ്റ് എന്തോ മേടിച്ചുകൊണ്ട് വന്നതാണെന്ന്. അതൊന്നും അല്ല സംഭവം. ഇപ്പൊ ഞാൻ എന്റെ ഒരു പേര് ബുക്കിൽ എഴുതുന്നുണ്ട്. അതും ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്, കാണിച്ചു തരാം. ഞാനിവിടെ ഇപ്പൊ ഒരു ബുക്ക് എടുത്തിട്ട് എന്റെ പേര് അതിനകത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ എറൈസറും ഈ ഒരു പേരും തമ്മിൽ എന്താ റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ബന്ധം. സീരിയസ്ലി ഇതെന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ചോക്ലേറ്റ് ആണെന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. റിയൽ ചോക്ലേറ്റിന്റെ ഒരു സ്മെല്ലും അതിനുണ്ടായിരുന്നു. ഇതിനു മുന്നും ഇതുപോലത്തെ വെറൈറ്റി എറൈസേഴ്സ് കൊണ്ടുവന്ന് അവരെ ശരിക്കും എന്നെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ സെക്കൻഡ് ടൈം ആണിത്. സത്യം പറഞ്ഞാൽ വന്നിപ്പം എറൈസർ ഏതാ ചോക്ലേറ്റ് ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു കുറെ മായ്ക്കട്ടപ്പർ.